ദൈവനാമത്തിന് മഹത്വം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എൻ്റെ സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തകത്തിന്റെ 4 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന 2ാം ഭാഗമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ 4ാം അധ്യായം പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. ഇന്ന് നമുക്ക് 5ാം അധ്യായത്തിലേക്ക് കടക്കാം. പ്രാർത്ഥനയോടെ ആയിരിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. 5ാം അധ്യായം 1-ാം വാക്യം. ഞാൻ സിംഹാസനത്തിലിരിക്കുന്നവന്റെ വലങ്കയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. സിംഹാസനത്തിലിരിക്കുന്നവൻ, ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി, സർവശക്തനും സർവത്തിൻ്റെയും സൃഷ്ടാവും ഉടയവനുമായി എന്നേക്കും ജീവിച്ചിരിക്കുന്ന യഹോവയായ ദൈവമാണിതെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നാം കണ്ടു. ഈ ദൈവത്തിൻ്റെ വലങ്കയിൽ അപ്പസ്തോലൻ ഒരു പുസ്തകം കാണുകയാണ്. അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രിതമായൊരു പുസ്തകം. ദൈവത്തിൻ്റെ വലങ്കൈ. ദൈവത്തിന് കൈകാലുകളുണ്ടെന്നോ വശങ്ങളുണ്ടെന്നോ സ്ഥാനഭേദങ്ങളുണ്ടെന്നോ ഒന്നുമല്ല. ആ പുസ്തകത്തിൻ്റെ പ്രാധാന്യത്തെ കാണിക്കുന്നതിന് വേണ്ടിയാണ് വലങ്കൈ എന്നിവിടെ പ്രയോഗിച്ചിരിക്കുന്നത്. ദൈവത്തെയും സ്വർഗത്തെയും പരാമർശിക്കുമ്പോൾ ഭൗമിക കാര്യങ്ങളുമായി സാദൃശ്യപ്പെടുത്തി പറയുന്നത് ഭൗമികരായ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണെന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെയുള്ള ധാരാളം പ്രയോഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ സ്വർഗീയ ജീവികൾ ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ രാപ്പകൽ എന്ന പ്രയോഗം എടുത്തു വിശദീകരിക്കുവാൻ ഞാൻ വിട്ടുപോയി. ഒരു പ്രിയ സഹോദരൻ ഇത് നോട്ട് ചെയ്യുകയും സ്വർഗത്തിൽ രാവും പകലും ഉണ്ടോ എന്ന് കമന്റ് ചോദിക്കുകയും ചെയ്തിരുന്നു. ആദ്യമേ ആ സഹോദരൻ ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും പ്രയോജനപ്പെടുത്തക്ക വിധം പറയാമെന്ന് കരുതിയാണ് കമന്റിന് റിപ്ലൈ ഇടാതിരുന്നത്. സ്വർഗത്തിൽ രാവും പകലും ഉണ്ടെന്നല്ല, സറാഫുകൾ നിരന്തരം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതിനടുത്ത വാക്കുകൂടി ശ്രദ്ധിക്കുമല്ലോ, വിശ്രമം കൂടാതെ. അവർക്ക് മടുപ്പുണ്ടെന്നോ മടുത്തു പോകാൻ സാധ്യതയുണ്ടെന്നോ ഒന്നും അവിടെ തുനിയില്ല. സ്വർഗത്തിൽ നിശൂദം നൽകളിക്കുന്ന ദൈവസ്തുതിയെ കാണിക്കുവാൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളാണിതെല്ലാം. ആ പ്രിയ സഹോദരന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുവാൻ സ്നേഹത്തോടെ ക്ഷണിക്കുകയും ചെയ്യുന്നു. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അകത്തും പുറത്തും എഴുത്തുള്ള പുസ്തകം. എഴുതാനുള്ളതെല്ലാം എഴുതി കഴിഞ്ഞിരിക്കുന്നു എന്ന് കാണിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ പൂർണ്ണതയെ കാണിക്കുന്നു. 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട പുസ്തകം. ഈ പുസ്തകം ആരാണോ മുദ്രയിട്ടത് ആ വ്യക്തിക്ക് ഇതിന്മേലുള്ള പൂർണ്ണ അധികാരത്തെയും അവകാശത്തെയും ഇത് കാണിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സ്വർഗ സിംഹാസനത്തിൽ മഹത്വത്തോടും മഹാപ്രഭാവത്തോടും കൂടി ഇരുന്ന് വാഴുന്ന സർവശക്തനായ ദൈവമാണ് ഇത് മുദ്രയിട്ടിരിക്കുന്നത്. അവനല്ലാതെ മറ്റാർക്കും അതിന്മേൽ അധികാരവും അവകാശവുമില്ല. 2-ാം വാക്യം. ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. സിംഹാസനത്തിലിരിക്കുന്നവന്റെ കയ്യിൽ മുദ്രയിടപ്പെട്ട പുസ്തകം കണ്ട ഉടനെ ശക്തനായൊരു ദൂതൻ അത്യുച്ചത്തിൽ വിളിച്ചു ചോദിക്കുന്നു, ഈ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ? സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലുമുള്ള സകല ജീവികളും കേൾക്കണമെന്ന ഉദ്ദേശത്തോടെയായിരിക്കും അത്യുച്ചത്തിലുള്ള ഈ ഘോഷമെന്ന് നമുക്ക് മനസ്സിലാക്കാം. 3-ാം വാക്യം. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. ദൂതന്റെ ചോദ്യത്തിനു മുമ്പിൽ സർവ്വജീവികളും സ്നിഗ്ധരായിപ്പോയി. സ്വർഗത്തിലെ മാത്രമല്ല, ഭൂമിയിലും ഭൂമിക്ക് കീഴിലുമുള്ള സകല ജീവികളും. ഈ പുസ്തകത്തെ സംബന്ധിച്ച് വ്യാഖ്യാതാക്കൾ പറയുന്നത് ഇത് യെഹെസ്കേൽ പ്രവചനം 2-ാം അധ്യായം 9-10 വാക്യങ്ങളിൽ പറയുന്ന പുസ്തകത്തിന് തുല്യമാണെന്നാണ്. നമുക്ക് പരിശോധിക്കാം. യെഹെസ്കേൽ 2:9-10 വാക്യങ്ങൾ. ഞാൻ നോക്കിയപ്പോൾ ഒരു കൈ എങ്കിലേക്ക് നീട്ടിയിരിക്കുന്നതും അതിലൊരു പുസ്തകച്ചുരുൾ ഇരിക്കുന്നത് കണ്ടു. അവൻ അതിനെ എൻ്റെ മുമ്പിൽ വിടർത്തി. അതിനകത്തും പുറത്തും എഴുത്തുണ്ടായിരുന്നു. വിലാപങ്ങളും സങ്കടവും കഷ്ടവും അതിലെഴുതിയിരുന്നു.
അകത്തും പുറത്തും എഴുത്തുണ്ടെന്നുള്ളതാണ് രണ്ടും തമ്മിലുള്ള ഒരേ ഒരു സാമ്യം. എസ്കേൽ പ്രവചനത്തിലെ പുസ്തകം മുദ്രയിട്ടിട്ടില്ല, അത് പ്രവാചകനെ തുറന്നു കാണിക്കുന്നുമുണ്ട്. എന്നാൽ വെളിപ്പാടിലെ പുസ്തകം യോഹന്നാനെ തുറന്നു കാണിക്കുന്നില്ല. മാത്രമല്ല, അതിലേക്ക് നോക്കാൻ പോലും ആർക്കും കഴിഞ്ഞില്ല. എസ്കേൽ പ്രവചനത്തിലെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. വിലാപങ്ങളും കഷ്ടവും സങ്കടവും അതിൽ എഴുതിയിരിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ വെളിപ്പാടിലെ പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. എസ്കേൽ പ്രവചനത്തിലെ പുസ്തകം പ്രവാചകന് തിന്നാൻ കൊടുക്കുന്നതാണെന്ന് കാണുന്നു. എസ്കേൽ 3:1 അത് പറഞ്ഞിരിക്കുന്നു. അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നത് തിന്നുക, ഈ ചുരുൾ തിന്നിട്ട് നീ ചെന്ന് ഇസ്രായേൽ ഗൃഹത്തോട് സംസാരിക്കുക എന്ന് കൽപ്പിച്ചു. ഇതുപോലെ ഒരു പുസ്തകം വെളിപ്പാട് 9-10 വാക്യങ്ങൾ നാം കാണുന്നുണ്ട്. അത് പിന്നാലെ നമുക്ക് പഠിക്കാം. മുകളിൽ പറഞ്ഞ കാരണങ്ങളാൽ വെളിപ്പാട് 5 പുസ്തകവും എഹെസ്കേൽ 2 പുസ്തകവും ഒന്നല്ലെന്ന് തീർത്തും നമുക്ക് നിശ്ചയിക്കാം. പിന്നെ ഈ പുസ്തകം ഏതാണ്? ഇതിൽ എഴുതിയിരിക്കുന്നത് എന്താണ്? ഇതിനെ സംബന്ധിച്ചും വ്യക്തമായ റെഫറൻസ് നമുക്ക് ലഭിക്കുന്നില്ല. എങ്കിലും സങ്കീർത്തനം 139-16 വാക്യത്തിൽ ദൈവത്തിന്റെ പുസ്തകത്തെക്കുറിച്ചൊരു സൂചനയുണ്ട്. സങ്കീർത്തനം 139-16. ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു. ഇവിടെ വ്യക്തിപരമായിട്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നതെങ്കിലും ദൈവത്തിന്റെ പൊതുവായ സ്വഭാവം ഇതിൽ നമുക്ക് കാണാം. മറ്റൊരു വാക്യം കൂടെ നോക്കാം. യെരമ്യാവ് 25:13. അങ്ങനെ ഞാൻ ആ ദേശത്തെക്കുറിച്ച് അരുളി ചെയ്തിരിക്കുന്ന സകല വചനങ്ങളെയും യെരമ്യാവ് സകല ജാതികളെയും കുറിച്ച് പ്രവചിച്ചതും ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതുമായ സകലത്തെയും ഞാനതിന് വരുത്തും. ലോകത്തെ സംബന്ധിച്ച തൻ്റെ പദ്ധതികൾ അവൻ മുന്നമേ നിയമിച്ചിരിക്കുന്നു. അവയെല്ലാം അവൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ദൈവം തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന് അങ്ങനെ ഒരു പുസ്തകമുണ്ടോ എന്നൊരു ചോദ്യം ഉണ്ടാകാം. എല്ലാം ദൈവം തൻ്റെ ജ്ഞാനത്തിൽ വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓരോന്നിനും കാലങ്ങളും സമയങ്ങളും നിയമിച്ചിരിക്കുന്നു. നിയമിക്കപ്പെട്ട കാലം സമാഗതമാകുമ്പോൾ അതാത് കാര്യങ്ങൾ സംഭവിക്കുന്നു. അല്ലാതെ സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസരിച്ച് പ്രവൃത്തിക്കല്ല ദൈവം ചെയ്യുന്നത്. കാലങ്ങളും സമയങ്ങളും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും എല്ലാം ദൈവം തന്നെയാണ് ഒരുക്കുന്നതെന്നും നിയന്ത്രിക്കുന്നതെന്നും നാം മറന്നു പോകരുത്. അടുത്ത ചില വാക്യങ്ങളോട് ചിന്തിക്കുമ്പോൾ ഈ പുസ്തകത്തെക്കുറിച്ചും ഇതിൽ എഴുതിയിരിക്കുന്ന എന്താണെന്നും നമുക്ക് കൂടുതൽ വ്യക്തമാകും. 4-ാം വാക്യം. പുസ്തകം തുറന്ന് വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായി കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. ആ പുസ്തകം തുറപ്പാനും അതിൻ്റെ മുതൽ പൊട്ടിപ്പാനും യോഗ്യനാരുള്ളൂ എന്ന ദൂതന്റെ ചോദ്യത്തിന് ആരും മുമ്പോട്ട് വന്നില്ല. സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്ക് കീഴിലോ അതിന് യോഗ്യനായി താൻ ഉൾപ്പെടെ ആരുമില്ലല്ലോ എന്നോർത്ത് അപ്പസ്തോലൻ കരയുകയാണ്. മുതൽ പൊട്ടിക്കാതെ ആ പുസ്തക ചുരുൾ അങ്ങനെ തന്നെ ദൈവസന്നിധിയിൽ ഇരുന്നാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നെന്ന ഭീതിയോടും നടുക്കത്തോടും കൂടി അപ്പസ്തോലൻ കരയുകയാണ്. 5-ാം വാക്യം. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയണ്ട, യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറപ്പാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. കരഞ്ഞുകൊണ്ടിരുന്ന യോഹന്നാനെ ആശ്വസിപ്പിക്കുവാൻ മൂപ്പന്മാരിൽ ഒരാൾ അടുത്തു വരുന്നു. കരയണ്ട, യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനായിരിക്കുന്നു എന്ന് പറഞ്ഞു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലുമുള്ള സകല ജീവികൾക്കുമുള്ള സന്തോഷ വാർത്ത. യാതൊരുവനും തുറപ്പാനാകട്ടെ, നോക്കുവാൻ പോലും കഴിയാതിരുന്ന മഹാഗ്രന്ഥം തുറപ്പാൻ ഒരുവൻ യോഗ്യനായിരിക്കുന്നു. ആരാണ് ആ മഹാൻ? യഹൂദാഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ, നമ്മുടെ കർത്താവ്, ദൈവപുത്രനായ യേശു ക്രിസ്തു. ഇവിടെ 2 വിശേഷ നാമങ്ങളിൽ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. യഹൂദാഗോത്രത്തിലെ സിംഹം, ദാവീദിന്റെ പേര്. മനുഷ്യപുത്രൻ ഭൂമിയിൽ ജാതനായത് യഹൂദാഗോത്രത്തിൽ ദാവീദിന്റെ വംശത്തിലാണ്. യാക്കോബ് തന്റെ ജീവകാലം തികയാറായി എന്നറിഞ്ഞപ്പോൾ തന്റെ മക്കളെയെല്ലാം അടുത്ത് വിളിച്ച് അനുഗ്രഹിച്ചു. യഹൂദിയെ അനുഗ്രഹിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്:
ഉൽപ്പത്തി പുസ്തകം 49:8 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്കത് കാണാം. 9-ാം വാക്യം മാത്രം ഞാൻ വായിക്കുന്നു. യഹൂദ ഒരു ബാലസിംഹം, മകനെ നീ ഇര പിടിച്ച് കയറിയിരിക്കുന്നു. അവൻ കുനിഞ്ഞ് സിംഹം പോലെയും സിംഹി പോലെയും പതുങ്ങിക്കിടക്കുന്നു. ആർ അവനെ എഴുന്നേൽപ്പിക്കും. യഹൂദ ബാലസിംഹമാണെങ്കിൽ അവനിൽ നിന്ന് ഉത്ഭവിച്ചു വന്ന അവന്റെ രാജാവ് സിംഹമാണ്. യഹൂദ ഗോത്രത്തിലെ സിംഹം, ദാവീദിന്റെ വേര്. 1-2 വാക്യങ്ങൾ വായിച്ച് ഞാനിത് വിശദീകരിക്കാൻ ശ്രമിക്കാം. ആദ്യമായി യെശയ്യാ 11:1 വാക്യം. എന്നാൽ ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. ഇശായിയുടെ കുറ്റിയിൽ നിന്നുള്ള മുള ദാവീദിന്റെ സന്തതിയായ യേശുക്രിസ്തുവാണിതെന്ന് നമുക്കറിയാം. ഇതിന്റെ 10-ാം വാക്യം കൂടെ ഞാൻ വായിക്കാം. യെശയ്യാ 11:10. അന്നാളിൽ വംശങ്ങൾക്ക് കൊടിയായി നിൽക്കുന്ന ഇശായി വേരായവനെ ജാതികൾ അന്വേഷിച്ചു വരും. അവന്റെ വിശ്രാമ സ്ഥലം മഹത്വമുള്ളതായിരിക്കും. വംശങ്ങൾക്ക് കൊടിയായി നിർത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവിനെ ആണെന്നുള്ളതിന് ആർക്കും സംശയമില്ല. ഇശായി വേരായവൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നവൻ ദാവീദിന്റെയും പേരാണല്ലോ. ഇവനാണ് ദാവീദ് കർത്താവ് എന്ന് വിളിച്ച ദൈവപുത്രനായ ക്രിസ്തു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ മനുഷ്യപുത്രൻ എന്ന നിലയിൽ അവൻ ദാവീദിന്റെ സന്തതിയാണ്. ദൈവപുത്രൻ എന്ന നിലയിൽ അവൻ ദാവീദിന്റെ വേരാണ്. യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും യോഗ്യനായിരിക്കുന്നു. 6-ാം വാക്യം. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. പുസ്തകം തുറപ്പാനും അതിന്റെ 7 മുദ്രയും പൊട്ടിപ്പാനും യോഗ്യത നേടിയ ആ മഹാസിംഹത്തെ കാണുവാൻ അത്യാകാംക്ഷയോടെ നോക്കിയ യോഹന്നാൻ കണ്ടത് ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നതാണ്. സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും കുഞ്ഞാട് അറക്കപ്പെട്ടതുപോലെ നിൽക്കുന്നു. മാനവരാശിയുടെ പാപത്തെ തന്റെ ശരീരത്തിൽ വഹിച്ച് കാൽവരിയിൽ യാഗമായി അർപ്പിക്കപ്പെട്ട കുഞ്ഞാട് നമ്മുടെ അതിക്രമത്തിന്റെ അടയാളമാണ്. അവനിൽ കാണുന്ന മുറിപ്പാടുകൾ നമ്മുടെ അകൃത്യങ്ങളാണ് അവന്റെ തകർച്ചയ്ക്ക് കാരണം. യോഹന്നാന് ഈ കുഞ്ഞാടിനെ അറിയാം. അന്ന് യോർദാൻ കരയിൽ വെച്ച് സ്നാപകൻ ഇസ്രായേലിന് ചൂണ്ടിക്കാണിച്ച ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവിടുത്തെ തിരിച്ചറിഞ്ഞില്ല. മൂപ്പന്റെ വാക്കുകളിൽ അവർക്കുള്ള ദൂതുകളുണ്ട്. യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായ നിങ്ങളുടെ മിശിഹ, നിങ്ങളുടെ രാജാവാണ് ഈ കുഞ്ഞാട്, നിങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ. ഇനി ഇവിടെ കാണുന്ന ഈ രംഗം സഭാ കാലയളവിന് ശേഷമാണെന്ന് സ്ഥാപിക്കുവാൻ ചില വ്യാഖ്യാതാക്കൾ നടത്തുന്ന വ്യാഖ്യാന കസർത്തുകൾ നമുക്ക് നോക്കാം. അവർ പറയുന്നത് ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്ത കാലത്തിന് ശേഷം സിംഹാസനത്തിൽ നിന്നും ന്യായവിധിക്കായി കോപിച്ച് എഴുന്നേറ്റ് നിൽക്കുകയാണിപ്പോൾ എന്നാണ്. ആ കൃഷ്ണൻകുട്ടി തെരുവട്ടാറിന്റെ പത്മോസിലെ ക്രിസ്തു എന്ന പുസ്തകത്തിന്റെ 186-ാം പേജിൽ നിന്ന് ഞാൻ വായിക്കാം. സഭയ്ക്ക് വേണ്ടി സദാ പക്ഷപാതം ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന ക്രിസ്തു ഇപ്പോൾ ന്യായവിധിക്കായി സംവിധാനം ചെയ്യപ്പെട്ടിരിക്കുന്ന സിംഹാസന സമീപെ മുദ്രിത ഗ്രന്ഥം വഹിച്ചുകൊണ്ട് നിൽക്കുന്നു. കോപിഷ്ഠനായി എഴുന്നേറ്റ് നിൽക്കുന്നു. ഈ വ്യാഖ്യാനത്തിന്റെ സത്യാസത്യങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്, ഈ രംഗം കാണുന്നതിന് മുമ്പ് കുഞ്ഞാട് ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയായിരുന്നു എന്ന സൂചന പോലും ഇവിടെ നൽകിയിട്ടില്ല. രണ്ടാമത്തേത്, ദൈവസിംഹാസനം ന്യായവിധിക്കായി സംവിധാനം ചെയ്യപ്പെട്ടതാണെന്ന് പറയുന്നില്ല. മൂന്നാമത്തേത്, കുഞ്ഞാട് കോപിഷ്ഠനായി നിൽക്കുന്നുവെന്നല്ല, അറക്കപ്പെട്ടവനായി നിൽക്കുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാലാമത്തേത്, കുഞ്ഞാട് മുദ്രിത ഗ്രന്ഥം വഹിച്ചുകൊണ്ടല്ല നിൽക്കുന്നത്. കുഞ്ഞാട് ഗ്രന്ഥം വാങ്ങുന്നതിന് മുമ്പുള്ള രംഗമാണിത്. 7-ാം വാക്യം അത് തെളിയിക്കുന്നു. നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോസ്തലൻ കണ്ട കുഞ്ഞാടിന് 7 കൊമ്പുണ്ടെന്ന് പറഞ്ഞിരിക്കുന്നു. കൊമ്പ് ശക്തിയെയും അധികാരത്തെയും കാണിക്കുന്നു. ശക്തിയുടെയും അധികാരത്തിന്റെയും പൂർണ്ണതയാണ് 7 കൊമ്പ് കാണിക്കുന്നത്. സർവ്വഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന
7 ദൈവാത്മാക്കളായി 7 കണ്ണ്. പുത്രൻ മുഖാന്തരം ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നതായി കാണിക്കുന്നു. യോഹന്നാൻ 14:16 കർത്താവ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന് മറ്റൊരു കാര്യസ്ഥനെ ഞങ്ങളോട് കൂടി ഇരിക്കേണ്ടതിന് ഞങ്ങൾക്ക് തരും. കുഞ്ഞാടിന്റെ 7 കണ്ണുകൾ സകലവും അറിയുന്നതിനും കാണുന്നതിനുമുള്ള അവന്റെ വലിയ ജ്ഞാനത്തെയും കഴിവിനെയും കാണിക്കുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാം. 7-ാം വാക്യം, അവൻ വന്ന് സിംഹാസനത്തിലിരിക്കുന്നതിൻ്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങി. കുഞ്ഞാട് ദൈവത്തിൻ്റെ വലങ്കയിൽ നിന്നും പുസ്തകം വാങ്ങുന്നു. സ്വർഗത്തിൽ അപ്പസ്തോലൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദർശനത്തെ അല്ലെങ്കിൽ ഈ സംഭവത്തെ സമാന്തര വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ നോക്കിക്കണ്ട് ചില നിഗമനങ്ങളിൽ എത്തിച്ചേരേണ്ടതുണ്ട്. കാരണം ദൈവകരത്തിൽ നിന്ന് കുഞ്ഞാട് വാങ്ങിയ ഈ മഹാഗ്രന്ഥം എന്താണെന്നോ ഇതിൻ്റെ ഉള്ളടക്കം എന്താണെന്നോ മുദ്ര പൊട്ടിക്കുക, പുസ്തകം തുറക്കുക എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നോ ഒന്നും വ്യക്തമായി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സമാന്തര വേദഭാഗങ്ങൾ നമുക്ക് പരിശോധിക്കാം. ദാനിയേൽ 7:13 രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു. അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു. അവർ അവനെ അവന്റെ മുമ്പിൽ അടുത്തു വരുമാറാക്കി. സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു. അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്വം നശിച്ചു പോകാത്തതുമാകുന്നു. ഈ വചനഭാഗം നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്. യേശുക്രിസ്തു ഇപ്പോൾ രാജാവ് എന്ന വിഷയം ചർച്ച ചെയ്ത ഈ പഠനത്തിന്റെ 4-ാമത്തെ പാട്ടിൽ ഇത് കാണാവുന്നതാണ്. മരിച്ചടക്കപ്പെട്ട് ഉത്ഥാനം ചെയ്ത കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ എത്തിയപ്പോൾ അവന് ലഭിച്ച മഹനീയ പദവികളാണ് ദാനിയേൽ പ്രവാചകൻ ആത്മാവിൽ അവിടെ ദർശിക്കുന്നത്. ഇങ്ങനെ ആധിപത്യവും മഹത്വവും ശക്തിയും രാജ്യത്വവും ലഭിച്ച കുഞ്ഞാടാണ് സിംഹാസനത്തിലിരിക്കുന്നവന്റെ കയ്യിൽ നിന്നും പുസ്തകം വാങ്ങുന്നത്. ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില വാക്യങ്ങൾ കൂടി ഞാൻ സ്ക്രീനിൽ എഴുതുന്നു. വേദപുസ്തകത്തിൽ നോക്കി വിഷയത്തെ ഒപ്പിക്കാവുന്നതാണ്. ഈ വാക്യങ്ങളും നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്. വെളിപ്പാട് 12:5 മുതൽ 10 വരെ, സങ്കീർത്തനങ്ങൾ 2:6-7 വാക്യങ്ങൾ, സക്രിയ പ്രവചനം 6:12-13 വാക്യങ്ങൾ. ഇനി ഈ മുദ്രിത ഗ്രന്ഥത്തെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ചില വചനഭാഗങ്ങൾ വായിച്ച് മുമ്പോട്ട് പോകാം. ദാനിയേൽ 12:9 അതിനവത് ഉത്തരം പറഞ്ഞത്, ദാനിയേലെ പൊയ്ക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടുമിരിക്കുന്നു. ഒരു വാക്യം കൂടി ഞാൻ വായിക്കാം. വെളിപ്പാട് 22:10 അവൻ പിന്നെയും എന്നോട് പറഞ്ഞത്, സമയം അടുത്തിരിക്കിയാൽ ഈ പുസ്തകത്തിലെ പ്രവചനം മുദ്രയിടരുത്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അനാദി നിർണയപ്രകാരം ദൈവം ഒരുക്കിയിരിക്കുന്ന തൻ്റെ പദ്ധതികൾ സമയബന്ധിതമായി അല്ലെങ്കിൽ നിയമിക്കപ്പെട്ട സമയങ്ങളിൽ നിവൃത്തിയാവുന്നുവെന്നാണ്. ഇപ്പോൾ ഇവിടെ 7 മുദ്രയാൽ മുദ്രിതമായ മഹാഗ്രന്ഥം തുറപ്പാൻ അല്ലെങ്കിൽ അതിൻ്റെ മുദ്ര പൊട്ടിക്കുവാൻ സമയമായിരിക്കുന്നു. അല്ലെങ്കിൽ ആ പദ്ധതികൾ ഓരോന്നോരോന്നായി നടപ്പാക്കാൻ സമയമായിരിക്കുന്നു. 8-ാം വാക്യം, വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തരും വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയെന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലുമുള്ള സകല ജീവികളും മഹാപൈത്തോടും വറയലോടും നോക്കി നിൽക്കെ കുഞ്ഞാട് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും കുഞ്ഞാടിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിക്കുന്നു. അവർ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചിരിക്കുന്നു. വീണ ഒരു സംഗീതോപകരണമാണെന്ന് നമുക്കറിയാം. ഇംഗ്ലീഷിൽ ഹാർപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, കിന്നരം. പഴയ നിയമകാലത്ത് ഇങ്ങനെയുള്ള ധാരാളം സംഗീത ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നതായി നമുക്കറിയാം. എന്നാൽ സ്വർഗത്തിലെ ഈ ജീവികളും മൂപ്പന്മാരും പിടിച്ചിരിക്കുന്ന ഈ ഉപകരണങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല. ഒന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം, ഭൂമിയിൽ സംഗീതക്കാർ ഉപയോഗിക്കുന്ന ഉപകരണമായിരിക്കില്ല അത് സ്വർഗീയമായിരിക്കും. അതിൻ്റെ ആകൃതിയോ വലിപ്പമോ നിറമോ അതിനെത്ര കമ്പികളുണ്ടെന്നോ ഒന്നും അന്വേഷിച്ചു പോകാതിരിക്കുന്നതാണ് ഉത്തമം. ഇനി
അവരുടെ കയ്യിൽ പിടിച്ചിരിക്കുന്ന മറ്റൊന്ന് വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശമായിരുന്നു. ഒരു വാക്യം വായിച്ചിട്ട് നമുക്ക് ചിന്തിക്കാം. വെളിപ്പാട് 8:3-4 വാക്യങ്ങൾ. മറ്റൊരു ദൂതൻ ഒരു സ്വർണ്ണ ധൂപകലശവുമായി വന്ന് യാഗപീഠത്തിനരികെ നിന്നു. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠത്തിന്മേൽ സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയോട് ചേർക്കേണ്ടതിന് വളരെ ധൂപവർഗം അവന് കൊടുത്തു. ധൂപവർഗത്തിന്റെ പുക വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ ദൂതന്റെ കയ്യിൽ നിന്ന് ദൈവസന്നിധിയിലേക്ക് കയറി. ഇവിടെ യാഗപീഠത്തിനരികെ വന്നു നിന്ന ദൂതന്റെ കയ്യിലെ സ്വർണ്ണ കലശത്തിനുള്ളിൽ വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാണെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. മുഴു ലോകത്തിനു വേണ്ടി കഷ്ടം അനുഭവിച്ചു മരിച്ച യേശുക്രിസ്തുവിനെയാണ് യാഗപീഠം കാണിക്കുന്നത്. വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോട് ചേർക്കുവാൻ ദൂതന് ലഭിച്ച വളരെ ധൂപവർഗം നമ്മുടെ മഹാപുരോഹിതനായ യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥതയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സിംഹാസനത്തിന് മുമ്പിലുള്ള സ്വർണ്ണപീഠം ധൂപപീഠമാണ്. ഇവിടെയാണ് വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയോടുകൂടെ യേശുവിന്റെ മധ്യസ്ഥത എന്ന ധൂപവർഗം ചേർക്കുന്നത്. ഇവിടെ ഒന്നും ധൂപമായി ദൈവസന്നിധിയിലേക്ക് കയറുന്നു. 8-ാം അധ്യായം പഠിക്കുമ്പോൾ ഈ വിഷയം കൂടുതലായി നമുക്ക് ചിന്തിക്കാം. 4 ജീവികളും 24 മൂപ്പന്മാരും കുഞ്ഞാടിന് മുമ്പിൽ വീണ് നമസ്കരിച്ച് പാടുകയാണ്. 9-10 വാക്യങ്ങൾ. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. അവർ ഒരു പുതിയ പാട്ട് പാടുകയാണ്, തികച്ചും പുതിയ പാട്ട്, അതുവരെ ആരും പാടിയിട്ടില്ലാത്ത പാട്ട്. യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ പേരുമായവൻ ജനത്തിന്റെ പാപപരിഹാരത്തിനായി ദേവാലയത്തിലെ യാഗപീഠത്തിൽ അറക്കപ്പെടുന്നത് പോലെ കുഞ്ഞാട് അറക്കപ്പെട്ടു. അവന്റെ രക്തത്താൽ നഷ്ടപ്പെട്ടുപോയ മനുഷ്യവർഗത്തെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. അവരെ ദൈവത്തിന്റെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വച്ചിരിക്കുന്നു. ഇംഗ്ലീഷിൽ കിങ്സ് ആൻഡ് പ്രീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ഭൂമിയിൽ വാഴുന്നു. കുഞ്ഞാടിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട ദൈവമക്കൾ ഭൂമിയിൽ രാജാക്കന്മാരും പുരോഹിതന്മാരുമായി വാഴുകയാണ്. സിംഹാസനത്തിലിരിക്കുന്ന മഹാദൈവത്തിന്റെ കയ്യിൽ നിന്നും പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും കുഞ്ഞാടി യോഗ്യനായി തീർന്നിരിക്കുന്നു. 11-ാം വാക്യം. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 1000 യോഹന്നാൻ അപ്പോസ്തലൻ ഒരു ദർശനത്തിൽ ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേൾക്കുന്നു. ദൂതന്മാരെ കണ്ടതായി പറയുന്നില്ല. അവരുടെ എണ്ണം അപ്പോസ്തലൻ പറയുന്നത് 10,000 1000 എന്നാണ്. എന്ന് പറഞ്ഞാൽ അനേകം, ലക്ഷോപലക്ഷമെന്നോ കൂടാനുകൂടിയെന്നോ നമ്മൾ പറയുന്നത് പോലെ ഒരു വലിയ സംഖ്യ എന്ന് നമുക്കത് മനസ്സിലാക്കാം. 12-ാം വാക്യം. അവർ അത്യുച്ചത്തിൽ അറക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനെന്ന് പറഞ്ഞു. അവർ ആർത്തു ഘോഷിക്കുകയാണ്. കുഞ്ഞാടിന് സ്തുതിയും സ്തോത്രവും ആരാധനയും മഹത്വവും അർപ്പിക്കുകയാണ്. സമാനമായ 2 വാക്യങ്ങൾ വായിച്ച് ഞാൻ വിശദീകരിക്കാം. വെളിപ്പാട് 4:11 7:12 വാക്യങ്ങൾ. വെളിപ്പാട് 4:11. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിലിടും. വെളിപ്പാട് 7:12. നമ്മുടെ ദൈവത്തിന് എന്നേക്കും സ്തുതിയും മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും ആമേൻ എന്ന് പറഞ്ഞു ദൈവത്തെ നമസ്കരിച്ചു. സ്വർഗത്തിൽ മഹാശക്തിയോടും മഹത്വത്തോടെ ഇരുന്ന് വാഴുന്ന സർവശക്തനായ ദൈവത്തെ സകല ദൂതന്മാരും 24 മൂപ്പന്മാരും ആർത്താരാധിക്കുകയാണ്. ഈ വാക്യങ്ങളിലൂടെ നാം അതാണ് കാണുന്നത്. അതുപോലെ അറക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യനായിരിക്കുന്നു. 13-ാം വാക്യം. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും
സൗന്ദര്യമുള്ള സകല സൃഷ്ടിയും അവയിലുള്ളതൊക്കെയും സിംഹാസനത്തിലിരിക്കുന്നവനും കുഞ്ഞാടിനും സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും എന്നേക്കും ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് ഞാൻ കേട്ടു. സ്വർഗത്തിൽ മാത്രമല്ല, ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സൗന്ദര്യത്തിലുമുള്ള സകല സൃഷ്ടികളും സിംഹാസനത്തിലിരിക്കുന്ന മഹാദൈവത്തിനും കുഞ്ഞാടിനും ഒരുപോലെ സ്തോത്രവും ബഹുമാനവും മഹത്വവും ബലവും കരയറ്റുകയാണ്. ഇത് ദൈവസഭയ്ക്കുള്ള ഒരു ആഹ്വാനമായി കണക്കാക്കുന്നതാണ്. പിതാവായ ദൈവത്തെ ആരാധിക്കുന്ന അതേ ഗൗരവത്തിൽ പുത്രനുള്ള ആരാധനയും അടുപ്പിക്കേണ്ടതാണ്. ഏക സത്യതയുമായ പിതാവിനെയും അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെയും അറിഞ്ഞ് അവരെ ആരാധിക്കുക. യോഹന്നാൻ 5:22 എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നു. നമ്മുടെ ആരാധന പരിജ്ഞാനത്തോടെ ആയിരിക്കട്ടെ എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. 14-ാം വാക്യം, 4 ജീവികളും ആമീൻ എന്ന് പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. സ്വർഗത്തിൽ നിന്നും കേട്ട ഈ ആഹ്വാനത്തിന് 4 ജീവികളും ആമേൻ പറഞ്ഞു. മൂപ്പന്മാർ വീണ് നമസ്കരിച്ചു. ദൈവവചനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന സ്വർഗീയ ആഹ്വാനങ്ങളെ സ്വീകരിപ്പാനും അതിന് പ്രകാരം നമ്മുടെ ആത്മീയ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ക്രൈസ്തലോ